അതുകൊണ്ട് ഇന്നലിൽ മാലിൽ അററാറ, സമ്പത്തിനൊരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, ഉപദ്രവമുണ്ട്. കളറാറത്തിൽ ഖംരി, അത് കള്ളിന്റെ ഉപദ്രവം പോലെയാണ്. കള്ളു മനുഷ്യന്റെ തലച്ചോറിനെ ബാധിക്കുന്ന പോലെ സമ്പത്ത് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതാണ്. നിങ്ങൾക്കറിയോ, മുസ്ലിം സമുദായം ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ ജയിച്ച് കീഴടക്കിയിട്ട് സമ്പത്തും ആഭരണങ്ങളുമെല്ലാം വാരി വെച്ചിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. യുദ്ധം ചെയ്ത് പരിപൂർണമായ വിജയം. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തി. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ടോ ആ വലിയ രാജ്യത്തിന്റെ കീഴ്പ്പെടുത്തിയതിന് പകരം കിട്ടിയ ആഭരണങ്ങള്, സ്വത്തുവകകളെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട അണികളെ ചോദിച്ചു, എന്തിനാണ് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് കരയുന്നത്? സന്തോഷിക്കേണ്ട ദിവസമല്ലേ? ഒരുപാട് സ്വത്ത് കിട്ടിയില്ലേ? ഒരുപാട് ആഭരണങ്ങൾ കിട്ടിയില്ലേ? ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലേ? ഈ സമുദായത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് അവിടെ എന്തിനാ കരയുന്നത്? സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടതാ, ലാ തഫ്തഹു ദുനിയാ അലാ അഹദ് ഇല്ലാ ലഖിയല്ലാഹു അസ്സ വജല്ല ബൈനഹുൽ അദാവത വൽ ബഗ്ളാ ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു ഒരാൾക്ക് ദുനിയാവിന്റെ സുഖവും സ്വത്തും ആഭരണങ്ങളും ആഡംബരങ്ങളും സ്വത്തുക്കളും അല്ലാഹു തുറന്നു കൊടുത്താൽ, അല്ലാഹു പണവും സമ്പാദ്യവും എല്ലാം ഇങ്ങനെ തുറന്നു കൊടുത്താൽ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞുവത്രേ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് പരസ്പരം ശത്രുതയുണ്ടാക്കാൻ ആ പണം ഒരു കാരണമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാൻ പേടിച്ചു പോകുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഈ ആഭരണത്തിന്റെ പേരില്, ഈ പണത്തിന്റെ പേരില് അല്ലാഹു പടച്ച തമ്പുരാ നമുക്കിടയിൽ ശത്രുത തന്നാലോ, നമുക്കിടയിൽ അല്ലാഹു വെറുപ്പ് തന്നാലോ, നമുക്കിടയിൽ അല്ലാഹു തർക്കം തന്നാലോ ഞാൻ പേടിച്ചു പോകുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ അസൂയയും വഴക്കും ബഹളവും ഉണ്ടാകുന്നത് എങ്ങനെയാ? പരസ്പരം ഒരു സഹോദരൻ വീട് വെച്ചു, അവനേക്കാൾ വലിയ വീട് ഇക്ക വെച്ചാൽ ഇക്കയോട് അനുജൻ ഉടക്കും, പാല് കാച്ചിന് പോവില്ല, വീട് താമസമാകുന്നതിന് പോവില്ല. എന്തുകൊണ്ടാണ്? പണം അധികരിച്ചതുകൊണ്ട്, സ്വത്ത് അധികരിച്ചതുകൊണ്ട്, സ്വത്ത് വകകൾ അധികമായതുകൊണ്ട്. പ്രിയമുള്ള സഹോദര, അവനെ കൊണ്ടൊരിക്കലും സാധിക്കൂല. അവന്റെ ജീവിതത്തിൽ അല്ലാഹു പടച്ച തമ്പുരാൻ കൊടുത്ത പണം അധികരിച്ചതിന്റെ പേരില് പരസ്പരം കൂടപ്പുറപ്പുകൾ തമ്മില് അസൂയ വെച്ചുകൊണ്ട് അക്രമം പുലർത്തിയിട്ട് എന്തിനേറെ കൂട്ടുകാരന്റെ കഴുത്തറുക്കാൻ വരെ, സഹോദരിയുടെ കല്യാണത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കഴുത്തറുത്തിട്ട് താലിച്ചരട് പൊട്ടിച്ചു കൊണ്ടുപോര കൂടപ്പുറപ്പിന്റെ കരപത്രത്തിലൂടെ വായിച്ച പ്രിയപ്പെട്ട സഹോദര, സ്വത്തെഴുതി കൊടുക്കൂലെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട അച്ഛന്റെ ശരീരത്തിലൂടെ കാർച്ചട്ടിൽ കിടന്ന വാഹനം കയറ്റിയിറക്കി പോരെ പൊന്നുമക്കളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണേ. ഇന്നലെ കൊല്ലി ഉമ്മത്തിന് ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായത്തിനും അല്ലാഹു ഫിത്ന കൊടുത്തിട്ടുണ്ട്, പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. എന്റെ സമുദായത്തിന് അല്ലാഹു കൊടുത്ത പരീക്ഷണം അത് സമ്പത്താണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദര, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പ് ഭാര്യക്കൂട്ടി വെച്ചിരിക്കുന്ന അനേകായിരം സമ്പത്ത് കൊണ്ടുകൊണ്ട്, ആഭരണം കൊണ്ടുകൊണ്ട് കണ്ണുനീരോടെ പറയുന്ന സഹാബ, ഈ സമ്പത്ത് നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് ഇടയിൽ പരസ്പരം തർക്കമുണ്ടാക്കാൻ, പരസ്പരം ലഹളയുണ്ടാക്കാൻ, പരസ്പരം കോപമുണ്ടാക്കാൻ, പരസ്പരം അടിയുണ്ടാക്കാൻ, പരസ്പരം ബഹളമുണ്ടാക്കാൻ ഓ സമ്പത്തൊരു കാരണമാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഓർത്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോരെങ്കിലും എന്റെ പ്രിയമുള്ളവരെ, ഹറാമായ രീതിയിലൂടെയുള്ള പണം സമ്പാദിച്ചാൽ അത് മനുഷ്യനെ നശിപ്പിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അല്ലാഹുവിന്റെ
റസൂല് പറയുന്നു മനിസ്തറ സൗബം ബി അശറത്തി ദറാഹിമ, ഒരാൾ ഒരു വസ്തു വാങ്ങിച്ചു, ഒരു വസ്ത്രം വാങ്ങിച്ചു, ബി അശറത്തി ദറാഹിമ 10 ദിർഹമിന് പകരം. ഒരു ഷാള് വാങ്ങി, ഒരു ഷർട്ട് വാങ്ങി, ഒരു മുണ്ട് വാങ്ങി, പെരുന്നാളിന് ഇടാൻ വേണ്ടി കടയിൽ പോയി വാങ്ങിയത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു വഫീഹി ദിർഹമുൻ ഹറാം, അതിൽ 1 ദിർഹം ഹറാമാണ്. 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം, 500 രൂപയ്ക്ക് വാങ്ങിയ സാധനം 100 രൂപ ഹറാമാണ്. 400 രൂപ അവൻ ഹലാലായി കച്ചവടമുണ്ടാക്കിയതാ. പക്ഷെ 100 രൂപ ഒരു സഹോദരന്റെ നിന്ന് വഞ്ചിച്ച് കച്ചവടം ചെയ്തുണ്ടാക്കിയതാ. ഈ 500 രൂപയ്ക്ക് അവൻ ഡ്രസ്സ് വാങ്ങി ധരിച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളി വന്നു. വെള്ളിയാഴ്ച പള്ളി വന്ന് നിസ്കരിക്കാൻ വേണ്ടി വന്നു നിന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ലം യഖ്ബലുല്ലാഹു ലഹു സ്വലാത്താ, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കൂല. ഹറാമായ 1 ദിർഹമേ അതിലുള്ളൂ, ബാക്കിയൊക്കെ ഹലാലായ കാശ്. എന്നാലും അതുകൊണ്ട് ധരിച്ച വസ്ത്രത്തിൽ ധരിച്ച നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പർദ്ദ വാങ്ങുന്നു, 1500 രൂപ കച്ചവടക്കാര് പറഞ്ഞു. നിങ്ങൾ പോയിട്ട് വില പറഞ്ഞ് 900 രൂപയ്ക്ക് വാങ്ങി വരുമ്പോ കച്ചവടക്കാരൻ പറഞ്ഞു നീ ഒന്നും ഗുണം പിടിക്കൂലടാ, എന്നിട്ട് പൊതിഞ്ഞു തരികയാണ്. ആ വസ്ത്രം നമുക്ക് ഹലാലല്ല. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് എളുപ്പമാണ് ഹറാമായ പണമുണ്ടാക്കാ. പക്ഷെ ഹറാമായ പണം കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. സർവ്വവിധമായ ഇബാദത്തുകളും പൊളിഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പ് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ഉദ്ഉല്ലാഹ യജഅലനി മുസ്തജാബ ദഅവാ, ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരാളായി എനിക്ക് മാറണം. അതിനുവേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്യാം. എപ്പോഴും ദുആ ചെയ്താലും ആ ദുആ അല്ലാഹ് സ്വീകരിക്കണം. അങ്ങനെയുള്ള ഒരാളാവാൻ വേണ്ടി നബി അവിടുന്ന് ദുആ ചെയ്യണം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ദുആ സ്വീകരിക്കുന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ട ആളാവാനല്ല. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കണ്ണുനീരോടെ പ്രവാചകനോട് പറഞ്ഞു, അയ്യജഅലനി മുസ്തജാബ ദഅവാ, അല്ലാഹു ദുആ സ്വീകരിക്കപ്പെടുന്ന ആളായി മാറാൻ അവിടുന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരേ ഒരു നിബന്ധന എന്തെന്നറിയോ? എംഎസിന്റെ പരിപാടിക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ, ഉസ്താദ് ബാക്കവി ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ, ഹുസൈൻ ഫാദിൽ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ, ഞാനും നിങ്ങളും വീട്ടിന്റെ അകത്ത് പോയി നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാനോട് കണ്ണുനീരോടെ കൈ ഉയർത്തിയിട്ട് ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ ഒരൊറ്റ നിബന്ധനയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത്. അത്തിബ് മത്അമക, എന്റെ സഅദേ നിന്റെ ഭക്ഷണം നീ നന്നാക്കുക. ഭക്ഷണം നീ നന്നാക്കുക. നമ്മൾ ഭക്ഷണം നന്നാക്കുന്നല്ലോ. തവാഫ് ചെയ്യണ കോഴി കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ? തവാഫ് ചെയ്യണ കോഴി എന്ന് പറഞ്ഞാൽ കമ്പിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണ കോഴി. ഉമ്മാമാർക്ക് വരെ അത് മതിയല്ലോ. നമ്മളിന്ന് ഏറ്റവും അധികം ഇപ്പൊ ഗൾഫിൽ പോയിട്ട് ആദ്യമായിട്ട് ഷവർമ കഴിച്ച ഒരു കൂട്ടുകാരൻ പറഞ്ഞു വന്നാ, കഴിച്ചു തീർന്നപ്പോ മറ്റൊരു ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നാ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ പേപ്പർ തിന്നാൻ മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കഴിക്കല് മൂപ്പർക്ക് അറിഞ്ഞൂടാ, തുലിച്ചാ കഴിക്കേണ്ടത്. അപ്പൊ അത്തിബ് മത്തഴമക്ക, ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഭക്ഷണം മോടി പിടിപ്പിച്ച ഭക്ഷണങ്ങളല്ലേ, അത് നല്ലതാണ്. പക്ഷേ അതല്ല റസൂലുള്ള പറഞ്ഞതല്ല. ഭക്ഷണം നന്നാക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഹറാമില്ലാത്ത ഭക്ഷണം കഴിച്ച ഉസ്താദ് ബാക്കവിയല്ല, ഏത് ബാക്കവി ദുആ ചെയ്താലും, ഏത് ചെറുപ്പക്കാരൻ ആമീൻ പറഞ്ഞാലും, ഏത് പാവപ്പെട്ടവൻ ദുആ ചെയ്താലും ആ ദുആന് അല്ലാഹുവിന്റെ മുന്നാമാറ സമ്പാദ്യമുണ്ടല്ലോ. 1 രൂപ പോലും നമ്മുടെ ഭക്ഷണത്തിൽ കലർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. എന്തുമാത്രം ദുആ നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്നു. അല്ലാഹുവേ, ഓച്ചിറയിലെ എംഎസിന്റെ അൻസാറുൽ മുസ്ലിമീന്റെ പാവപ്പെട്ട മക്കള് സംഘടിപ്പിച്ച ഈ അനുഗ്രഹീതമായ പരിപാടിക്ക് നിറഞ്ഞു കവിഞ്ഞ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ നന്മ കൊണ്ട്, അവര് ചെല്ലുന്ന സലാത്തിന്റെ പവർ കൊണ്ട്, അവര് നിറകണ്ണുകളോടെ പറയുന്ന ആമീന്റെ പുരുഷ കൊണ്ട് ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ.
അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിന്റെ രണാകടത്തിൽ കണ്ണുനീരോടെ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു രംഗമുണ്ടല്ലോ. ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, എനിക്ക് അല്ലാഹു പണം തന്നതുപോലെയല്ല, ഓച്ചറയിലുള്ള നിങ്ങൾക്ക് അല്ലാഹു പണം തന്നതുപോലെയല്ല, ഒരുപാട് സമ്പാദ്യം അല്ലാഹു കൊടുത്തുപോയ മഹാനാണ്. ഏറ്റവും വില കൂടിയ വസ്ത്രമാണ് മിസ്അബ് ധരിച്ചിരുന്നത്, ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധമാണ് മിസ്അബ് പൂശിയിരുന്നത്, ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണമാണ് മിസ്അബ് കഴിച്ചിരുന്നത്. ആ ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ രണാകടത്തിൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഛിന്ന ഭിന്നമായി ചിതറിക്കിടക്കുമ്പോ ലോകത്തിന്റെ നായകൻ മണിദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം നോക്കിയിട്ട് പറഞ്ഞ വാക്ക്, അൻസാർ മുസ്ലിമീന്റെ പരിപാടിക്ക് വന്ന പാവപ്പെട്ട പോക്കറ്റിന്റെ അകത്ത് 1000 നോട്ടിരിക്കുന്ന ചെറുപ്പക്കാര് പഠിക്കണേ, വില കൂടിയ വാഹനത്തിന്റെ അകത്ത് സഞ്ചരിക്കാൻ അല്ലാഹു ഭാഗ്യം തന്ന ഈ നാട്ടിലുള്ള ചെറുപ്പക്കാര് പഠിക്കണേ, വീട്ടിന്റെ അകത്ത് സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കിയിട്ട് കാത്തിരിക്കുന്ന ഭാര്യയെ തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഉഹദ് യുദ്ധത്തിന്റെ രണാകടത്തിൽ രക്തത്തിൽ കുളിച്ച് ചിതറിക്കിടക്കുന്ന മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം നോക്കിയിട്ട് കണ്ണുനീരോടെ പറയുകയാ, ലഖദ് റഅയ്തു ബിമക്ക, മിസ്അബേ നിന്നെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതെന്താ, വമാ ബിഹാ അറഖുല്ലാ, നീ ധരിക്കുന്ന പോലെ മിനുസമുള്ള വസ്ത്രം ധരിച്ച ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല മിസ്അബേ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, മിസ്അബേ നീ ധരിച്ചതുപോലെ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച ഒരാളെയും ഞാൻ മക്കയിൽ കണ്ടിട്ടില്ല. വലാ അഹ്സനു ലിംബത്തൻ മിൻക, നിന്നെക്കാളും നല്ല ഭംഗിയുള്ള മുടിയുടെ കൊഴുപ്പുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ച നിന്നെ പോലെ ഒരാളെ കണ്ടിട്ടില്ല മിസ്അബേ. നിന്നെ പോലെ വസ്ത്രം ധരിച്ച ഒരാളെ കണ്ടിട്ടില്ല മിസ്അബേ. നിന്നെ പോലെ ഭംഗിയുണ്ടായിരുന്ന ഒരാളെ കണ്ടിട്ടില്ല മിസ്അബേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മിസ്അബായ നീയാണോ ഇന്ന് തുന്നിപ്പിടിപ്പിക്കപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പട്ടിണി കിടന്നുകൊണ്ട് ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരം കൊടുത്തത് മിസ്അബേ. ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ച മിസ്അബേ, ഏറ്റവും വില കൂടിയ ഭക്ഷണം കഴിച്ച മിസ്അബേ, ഏറ്റവും വില കൂടിയ സുഗന്ധം പുരട്ടിയ മിസ്അബേ, മുടി ജട പിടിച്ചതുപോലെ തുന്നിപ്പിടിപ്പിക്കപ്പെട്ട വസ്ത്രവും ധരിച്ചുകൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാന് വേണ്ടി ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ ശരീരങ്ങളെ കഷ്ടിക്കപ്പെട്ട ആ മിസ്അബാണോ നീ എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തിന്റെ മാണിക്യമുത്ത് പൊട്ടിക്കരഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹു പണം തന്നത് മനഃപൂർവ്വമാണ്. ഓച്ചറയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അറിയാതെ തന്നുപോയതല്ല. നിനക്ക് അല്ലാഹു പണം തന്നത് മനഃപൂർവ്വമാണ്. നിനക്ക് അല്ലാഹു 10,000 തന്നത്, 10 ലക്ഷം തന്നത്, നിന്റെ ഭാര്യക്ക് കഴുത്തിലും കൈകാലുകളിലും അല്ലാഹു ലക്ഷക്കണക്കായി രൂപയുടെ ആഭരണം തന്നത് അല്ലാഹു പടച്ചതമ്പുരാ മനഃപൂർവ്വം തന്നതാ. എന്തിനെന്നറിയുമോ? നീ അതെങ്ങനെ ചിലവഴിക്കുന്നു, നീ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ പറയും, ഉസ്താദേ നമ്മൾ ഹറാമിലൂടെയാണ് സമ്പാദിക്കുന്നതെങ്കിലും കുറെയൊക്കെ നമ്മൾ സ്വതക്ക ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ കരുനാഗപ്പള്ളി പ്രസംഗിക്കാൻ വന്നപ്പോൾ 10,000 രൂപ ഞാനാ കൊടുത്തത്. പക്ഷെ ഞാൻ അവിടുത്തെ പലിശക്കാരനാണ്, എനിക്കതിൽ നിന്ന് ഒഴിവാകാൻ പറ്റൂല ഉസ്താദേ. അതുകൊണ്ട് യത്തീംഖാനയ്ക്ക് 10,000 രൂപ കൊടുത്തത് കൊണ്ട് അല്ല എനിക്ക് പുറത്തു തരൂലേ എന്ന് സമാധാനിക്കുന്ന ചില സഹോദരങ്ങൾ. ഭാര്യമാര് പോലും ഗൾഫിൽ കഴിയുന്ന ഭർത്താക്കന്മാരോട് പറയൂലേ, ഏതെങ്കിലും ഒരു അറബിയെ കൊണ്ട് യത്തീംഖാനാക്കിയിട്ട് ഉള്ളതെല്ലാം അവിടെ ഭാര്യ എടുത്തുകൊണ്ട് വരിയും വെച്ചാ നമുക്ക് പള്ളി ദുആ ചെയ്യാൻ പൈസ കൊടുത്ത് കരഞ്ഞുകൊണ്ട് ഖത്തീബ് ദുആ ചെയ്യുമ്പോൾ അതൊക്കെ അല്ല പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികതയോട് താല്പര്യമുള്ള ചില സഹോദരിമാര് പറയുമ്പോ, വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഗൾഫുകാര് അതുപോലെ ഹറാമ് ചെയ്തുകൊണ്ടല്ല പുറത്തു തരുമെന്ന് ചിന്തിച്ച അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പാപത്തിലൂടെ ആരെങ്കിലും പണമുണ്ടാക്കിയ, പലിശയിലൂടെ, ഹറാമിലൂടെ, വഞ്ചനയിലൂടെ, ചതിയിലൂടെ, കള്ളത്തിലൂടെ, മോഷണത്തിലൂടെ, അക്രമത്തിലൂടെ, അനാചാരത്തിലൂടെ ആരെങ്കിലും പണമുണ്ടാക്കിയ, ആ പണം
കൊണ്ടവൻ കുടുംബബന്ധം ചേർക്കുകയാണ്. ആ പണം ഉണ്ടാക്കിയിട്ട് വിദേശ രാജ്യത്ത് പോയി ഒരുപാട് പേരെ പറ്റിച്ച് വഞ്ചിച്ചും തട്ടിച്ചും പണം ഉണ്ടാക്കി. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് പിണങ്ങിയിരിക്കുന്ന സഹോദരിക്ക് 10,000 രൂപ. ആ സഹോദരി പറയും, എന്റെ ഇക്ക ഗൾഫിൽ പോയത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അള്ളാഹു ഇനിയും സമ്പത്ത് കൊടുക്കട്ടെ. വീണ്ടും പോകും മോട്ടിക്കും, വീണ്ടും കൊണ്ടുവരും, ഇവർക്ക് കൊടുക്കും, വീണ്ടും പോകും മോട്ടിക്കും, കൊണ്ടുവരും, കൊടുക്കും. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ മനസ്സറിയുന്ന പ്രവാചകർ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഔ അൻഫഖഹു ഫീ സബീലില്ലാഹ്, ഒന്നെങ്കിൽ കുടുംബബന്ധം ചേർത്തു, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തു, അല്ലെങ്കിൽ അള്ളാന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തു, ഇല്ലെങ്കിൽ അള്ളാന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തു. അള്ളാന്റെ റസൂൽ പറയുന്ന ജുമിഅ ദാലിക കുല്ലുഹു ജമിഅ, അതെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ഫഖുദിഫ ബിഹി ജഹന്നമ, നരകത്തിലേക്ക് അവനെ തലകീടായി വലിച്ചെറിയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹറാമായ പണമുണ്ട്, തീങ്ങാനൊക്കെ ഞാൻ കൊടുത്തു, പാവപ്പെട്ടവർക്ക് കൊടുത്തു എന്ന് പറയുമ്പോ അള്ളാഹു ഹറാമായ പണത്തിന് എനിക്ക് വിട്ടുവീഴ്ച തരുമെന്ന് ചിന്തിക്കുന്ന സമ്പന്നവർഗമുണ്ടെങ്കിൽ പഠിച്ചോ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഖുദിഫ ബിഹി ജഹന്നം, അവൻ അള്ളാഹു നരകം ഒരല്പവും കുറച്ചു കൊടുക്കൂല, കാര്യമായിട്ട് തന്നെ നരകം കൊടുക്കും. ഇനി എങ്ങനെ ചിലവഴിക്കണം സമ്പത്ത്? പണമുണ്ടാക്കിയാ മാത്രം പോരല്ലോ, എങ്ങനെയാ പണം ചിലവഴിക്കേണ്ടത്? ചോദിക്കുന്നതിനൊക്കെ വാരി വലിച്ചു കൊടുക്കാനും പാടില്ല. അർഹതപ്പെട്ടതിന് കാര്യമായതിന് ആവശ്യം